സങ്കീർത്തകനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. 10-ാമത്തെ സങ്കീർത്തനം 14-ാമത്തെ തിരുവചനം. സങ്കീർത്തകൻ പറഞ്ഞത് നമ്മൾ ഉള്ളുകൊണ്ട് പറയണം. എല്ലാ മക്കളും ഉള്ളുകൊണ്ട് ഇത് പറയണം. അച്ഛനത് ഈ വചനം അൽത്താരയിൽ നിന്ന് ഈ ആരാധന നിമിഷങ്ങളിൽ ഏറ്റു പറയുമ്പോൾ നിങ്ങൾ ഉള്ളുകൊണ്ടെങ്കിൽ ഇത് ഏറ്റു പറഞ്ഞു. കർത്താവേ, അങ്ങ് കാണുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും. കർത്താവേ, അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. നമ്മളാണേ നിസ്സഹായരായിട്ട് നിൽക്കുന്നേ, നമ്മളാട്ടാ അനാഥരായിട്ട് നിൽക്കുന്നല്ലേ. നമ്മുടെ അനുഭവമല്ലേ ഇത്. സങ്കീർത്തകൻ കടന്നു പോയ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മൾ കടന്നു പോകുന്നില്ലേ? ഇതാ നിസ്സഹായനായിട്ട് സങ്കീർത്തകൻ നിൽക്കുക, അനാഥനായിട്ട് നിൽക്കുക. ആരുമില്ലാത്ത അവസ്ഥ. അനാഥൻ എന്ന് പറഞ്ഞാൽ എന്നാ? ആരുമില്ലാത്ത അവസ്ഥ. ആര് സഹായിക്കാനില്ല, ആരും എൻ്റെ വേദനകൾ കേൾക്കാനില്ല, ആരും എന്നെ ഏറ്റെടുക്കാനില്ല, ആരും എന്നെ തലോടാനില്ല, ആരും എൻ്റെ കൂടെ നിൽക്കാനില്ല. അങ്ങനെ ആ ഒരു അനാഥത്വം പേറുന്ന അനുഭവത്തിലൂടെ സങ്കീർത്തകൻ കടന്നു പോവുക. സങ്കീർത്തകൻ നിസ്സഹായനാണ്. എന്തൊരവസ്ഥയാന്ന് നോക്കിക്കേ, ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ അല്ലേ? ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിന്റെ മുമ്പിലൊക്കെ പലരും കടന്നു പോകുന്ന അവസ്ഥയെ പറയുന്നത് ഈ അവസ്ഥയാണ്, നിസ്സഹായ അവസ്ഥ. അവർക്കൊന്നും ചെയ്യാനില്ല, അവർക്കിനൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദൈവത്തിനേ ഉള്ളൂ. ഡോക്ടർ പോലും പറഞ്ഞു ഇതൊന്നും ചെയ്യാനില്ലെന്ന്. ഇത് 3rd സ്റ്റേജ് ആണെന്നും 4th സ്റ്റേജ് ആണെന്നും ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ സാധ്യതകളും അവസാനിച്ചെന്ന് മെഡിക്കലി സകല സാധ്യതകളും അവസാനിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ പറയുന്ന വേണ്ടപ്പെട്ടവർ വെന്റിലേറ്ററിന്റെ പുറത്ത് നിൽക്കുമ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്നാണെന്നറിയോ? നിസ്സഹായ അവസ്ഥയാ. ഇനി ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദൈവത്തിനേ ഉള്ളൂ. ഇങ്ങനെ ജീവിതത്തിന്റെ പല നിസ്സഹായ അവസ്ഥകളിലൂടെ കടന്നുപോയവരാകാം നമ്മൾ, കടന്നു പോകുന്നവരുമാകാം നമ്മൾ. ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കാവുന്നതിന് അങ്ങേയറ്റം പരിശ്രമിച്ചു, മുട്ടാവുന്ന സകല വാതിലുകളും മുട്ടി, ഇന്റർവ്യൂ പലതും മാറി അറ്റൻഡ് ചെയ്ത്, എന്നിട്ടൊന്നും ശരിയായിട്ടില്ല. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങിയിട്ട് 5-6 വർഷമായി. എല്ലാ മാട്രിമണികളിലും കൊടുത്തു, അറിയാവുന്നിടത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു, എന്നിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, മക്കളില്ല. ഹോസ്പിറ്റലുകൾ മാറിപ്പോയി, ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകൾ പലതും ചെയ്തു, ഒരു രക്ഷയില്ല. നിസ്സഹായ അവസ്ഥ, ശരിക്കും നിസ്സഹായ അവസ്ഥയല്ലേ മോളെ നിന്റേത്? മോനെ, നിന്റേത് ശരിക്കും ഒരു നിസ്സഹായ അവസ്ഥയല്ലേ? സങ്കീർത്തകൻ കടന്നു പോകുന്ന അതേ അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നേ, ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ, ഒരു അനാഥത്വം പേറുന്ന അവസ്ഥയിലൂടെ അല്ലേ മോനെ നീ കടന്നു പോകുന്നേ? ഈശോ പറഞ്ഞെന്നാന്നറിയാവോ? സങ്കീർത്തകൻ പറഞ്ഞെന്നാന്നറിയാവോ? ഈ അവസ്ഥയിൽ അങ്ങ് കാണുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും. ദൈവമേ, അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. ഈ നിസ്സഹായ അവസ്ഥയിലും ഈ അനാഥത്വത്തിലും സങ്കീർത്തകൻ വെക്കുന്ന ഒരു പ്രതീക്ഷ നോക്കിക്കേ, ഒരു പ്രത്യാശ നോക്കിക്കേ. കർത്താവ് കാണുന്നുണ്ടെന്ന്. എൻ്റെ അനാഥത്വം, എൻ്റെ നിസ്സഹായ അവസ്ഥ എൻ്റെ ദൈവം കാണുന്നുണ്ട്. അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങവ ഏറ്റെടുക്കും, അങ്ങവ ഏറ്റെടുക്കും, അങ്ങവ ഏറ്റെടുക്കുമെന്ന് നിരന്തരം സങ്കീർത്തകൻ തന്റെ ഉള്ളുകൊണ്ട് പറയാൻ തുടങ്ങി. മോളെ ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുമെന്ന്. മോനെ പറഞ്ഞേ, എൻ്റെ വേദനകൾ എൻ്റെ ദൈവം ഏറ്റെടുക്കുമെന്ന്. മക്കളെ പറഞ്ഞേ, എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിലും ഒരു നിസ്സഹായത്വം പേറുന്ന മോനെ നീ പറ, എൻ്റെ ദൈവം എന്നെ ഏറ്റെടുക്കുമെന്ന്, എൻ്റെ ദൈവം എന്നെ ഏറ്റെടുക്കുമെന്ന്. എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ വേദനകളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ദുരിതങ്ങളും കാണുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പറ. ഉള്ളുകൊണ്ടാണെങ്കിലും പറ. ദൈവമേ, നീ എനിക്കുണ്ടെന്ന് പറ. ഈശോയെ, നീ എനിക്കുണ്ടെന്ന് പറ. എന്നെ സഹനത്തില്, എന്നെ ദുരിതത്തിന്
വിട്ടുകൊടുത്തത് നീയല്ലേ. ഞാൻ ദൈവ പൈതലായിട്ടാണല്ലോ. ഇനിയിപ്പോൾ ഞാൻ ദൈവ പൈതലായിട്ടല്ല ജീവിക്കുന്നതെങ്കിൽ മോനെ അത് ആത്മശോധന ചെയ്യേണ്ടതാണ്. ഒരു ദൈവ പൈതലായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ പരിശുദ്ധിയിലും പങ്കുകാരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉണ്ട് ആ വിളി സ്വീകരിച്ച് അത് തിരിച്ചറിഞ്ഞ് ദൈവ പൈതലായി ജീവിക്കുന്ന മോളെ നീ അനുഭവിക്കുന്ന വേദനകൾ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ കഷ്ടപ്പാടുകളും വേദനകളും കർത്താവ് കാണുന്നുണ്ട്. കരങ്ങൾ ഉയർത്തിക്കേ, കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ. നിന്റെ കഷ്ടപ്പാടും നിന്റെ വേദനകളും നിന്റെ ദുഃഖങ്ങളും നിന്റെ അനാഥത്വവും നിന്റെ നിസ്സഹായ അവസ്ഥയും കാണുന്ന കർത്താവ് ഈ അൾത്താരയിൽ. ദൈവമേ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ വേദന എന്താണെന്ന് ദൈവമേ നിനക്കറിയാലോ. നിനക്കറിയാൻ പാടില്ലാത്തതൊന്നും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ. നിനക്കറിയാൻ പാടില്ലാത്തൊരനുഭവങ്ങളിലൂടെയും ഞാൻ കടന്നു പോകുന്നില്ലല്ലോ. എല്ലാം നീ അറിയുന്നുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ നീ അറിയുന്നുണ്ടല്ലോ. എൻ്റെ മക്കളെ ഓർത്തുള്ള സങ്കടങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ. എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്തുള്ള നൊമ്പരങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ. എൻ്റെ കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളെ ഓർത്തുള്ള ജീവിതത്തിൻ്റെ തീരാ ദുഃഖങ്ങൾ നിനക്കറിയാലോ. ഞാൻ കടന്നു പോകുന്ന കടബാധ്യതകൾ നിനക്കറിയാലോ. ഓ ദൈവമേ, ഈശോയേ എന്ന് വിളിക്കും മക്കളെ. കരങ്ങൾ രണ്ടുയർത്തിപ്പിടിച്ച് കർത്താവിനെ വിളിച്ച് നിന്റെ സങ്കടങ്ങളിൽ സങ്കീർത്തകൻ ചെയ്തതുപോലെ ആ ദുരിതങ്ങളിലും വേദനകളിലും ദൈവത്തെ വിളിക്കാൻ തയ്യാറായതുപോലെ, ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായതുപോലെ, ഓ ദൈവമേ, ഈ ദുരിത കാലഘട്ടങ്ങളിൽ, ഈ വേദന നിറഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നെ ആശ്രയിക്കാൻ, നിന്നിൽ മാത്രം ആശ്രയിക്കാൻ ഓ ദൈവമേ ഞങ്ങളെ അനുവദിക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയേ ആരാധന. കാൽവരിയുടെ നെറുകയിൽ രക്തം ചിന്തിയാണല്ലോ നീ എന്നെ സ്നേഹിച്ചത്. കാൽവരിയുടെ നെറുകയിൽ മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ചാണല്ലോ നീ എന്നെ സ്നേഹിച്ചത്. ദൈവമേ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന വേദനകൾ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ചെറുതും വലുതുമായ ജീവിതത്തിൻ്റെ സങ്കടങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, പീഡനങ്ങള്, ദൈവമേ നിന്റെ കാൽവരി സഹനത്തോടൊന്ന് ചേർത്ത് വയ്ക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് എല്ലാ മക്കളും മക്കളെ പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഇന്നിൻ്റെ സഹനങ്ങൾ കർത്താവിനോട് ചേർത്ത് വെച്ചാലേ നമുക്ക് അതിജീവിക്കാൻ പറ്റൂ. കുരിശിനപ്പുറത്തേക്ക് നിന്റെ സഹനം പോകില്ല. കുരിശിൽ അതിന് സൗഖ്യം കിട്ടും. നിന്റെ എല്ലാ വേദനകൾക്കും കുരിശിൽ സൗഖ്യമുണ്ട്. നിന്റെ എല്ലാ നൊമ്പരങ്ങൾക്കും കുരിശിൽ സൗഖ്യമുണ്ട്. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കുരിശിൽ ഉത്തരമുണ്ട്. അത് നീ വിശ്വസിക്കേ. എല്ലാ പ്രതിസന്ധികൾക്കും കുരിശിൽ പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കേ. ഉണ്ട് മോനെ ഒന്ന് ചേർത്ത് വെച്ചേ. വേദനയുടെ നിമിഷങ്ങളിലും സങ്കടങ്ങളുടെ നിമിഷങ്ങളിലും നിനക്ക് വേണ്ടി മുറിവേറ്റൊരു ദൈവമുണ്ട്. ആ മുറിവിലേക്ക് നിന്നെ ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ നിന്റെ മുറിവുകൾക്ക് സൗഖ്യം കിട്ടും. ആ മുറിവിൽ നൊടുങ്ങുന്ന രക്തമുണ്ടല്ലോ, നിന്റെ മുറിവുകൾക്ക് സൗഖ്യമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഈശോയേ ആരാധന, ആരാധന. ഈശോയേ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു. ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ഓ ദൈവമേ, മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. ഇപ്പോൾ തന്നെ ഇടപെടണമേ. ഇവിടെ സങ്കടങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ. ഇവിടെ വേദനകളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ. ഇവിടെ നൊമ്പരങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ. ഇവിടെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെല്ലാം എടുത്തു മാറ്റണമേ. ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഓ കർത്താവേ, നിന്റെ വലത് കരം നീട്ടണമേ. പല വിധത്തിലുള്ള മാരാരോഗം മൂലം വേദനിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, നീ സ്പർശിക്കണമേ. മാരക രോഗത്തിന്റെ അസ്വസ്ഥതകൾ കഴിയുന്ന മക്കളുണ്ട്. തമ്പുരാനെ നീ തൊടണമേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഈശോയേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്
സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ